ഹായ് ഹലോ വെൽക്കം ടു അറിവുള്ള ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. കോഗ്നിറ്റീവ് തിയറീസ് അഥവാ വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് അതിന്റെ പാർട്ട് 1 ആണ്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കുന്നത്, എങ്ങനെയാണ് വിവരങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുന്നതും അവ ഓർത്തു വെക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായകരമായിട്ടുള്ള കുറച്ച് തിയറീസ് ആണ് ഈ കോഗ്നിറ്റീവ് തിയറീസ് എന്ന് പറയുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ആദ്യമായി നമുക്കിതിൻ്റെ വക്താവിനെ ഒന്ന് പരിചയപ്പെടാം. കുട്ടികൾ തനിയെ കാര്യങ്ങൾ മനസ്സിലാക്കി അറിവ് നിർമ്മിക്കുന്നു എന്ന് വ്യക്തമാക്കിയ മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുള്ളത്: നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമായി പൊരുത്തപ്പെടുന്നതാണ് പഠനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇനി നമുക്ക് എന്താണ് ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്നുള്ളത് നോക്കാം. അറിവ് ആരോ എവിടോ നിന്നും കൊടുക്കുന്നതല്ല, കുട്ടി സ്വന്തമായിട്ട് കണ്ടെത്തേണ്ടതാണ്. ഇതിൽ അധ്യാപകൻ എന്താണ്? കുട്ടിയെ സഹായിക്കുന്ന ഒരു വഴികാട്ടി, ഒരു ഗൈഡ് മാത്രമാണ്. പഠനം നടക്കാൻ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തേതാണ് ഉത്തേജനം അഥവാ ആക്ടിവേഷൻ എന്ന് പറയും. പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കുട്ടിക്ക് പ്രചോദനം നൽകുക, അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നുള്ളതാണ് നിലനിർത്തൽ, മെയിൻ്റെനൻസ്, കുട്ടിയുടെ ശ്രദ്ധയും ചിന്തയും ആ വിഷയത്തിൽ തന്നെ തുടരാൻ സഹായിക്കുക. മൂന്നാമത്തേതാണ് മാർഗദർശനം അഥവാ ഡയറക്ഷൻ എന്ന് പറയും, ശരിയായ ദിശയിലേക്ക് കുട്ടിയെ നയിക്കുക. ഒന്നുകൂടെ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുട്ടി പുതിയ സ്വഭാവങ്ങളും അറിവുകളും സ്വീകരിക്കുന്നതാണ് പഠനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നതാണ് സ്കീമയും 3 പഠന പ്രക്രിയകളും. എന്താണ് സ്കീമ എന്നൊന്ന് നമുക്ക് നോക്കി വെക്കാം സിമ്പിളായിട്ട്. നമ്മുടെ മനസ്സിലുള്ള അറിവുകളുടെ ഘടനയാണ് ആക്ച്വലി സ്കീമ എന്ന് പറയുന്നത്. ചുറ്റുപാടുമായിട്ട് ഇടപഴകുമ്പോൾ നാം നേടുന്ന അനുഭവങ്ങളും ആശയങ്ങളും വാക്കുകളും എല്ലാം തന്നെ ചേർന്നതാണ് ഒരു സ്കീമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠനത്തിലെ 3 പ്രധാന പ്രക്രിയകളുണ്ട്, അതൊന്ന് നോക്കാം. ഒന്നാമത്തേതാണ് സ്വാംശീകരണം അഥവാ അസിമിലേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മളെ മനസ്സിലേക്ക് മുമ്പുള്ള ഒരു അറിവ്, അതാണ് ഇപ്പോൾ ഈ സ്കീമ ഉദ്ദേശം, മുമ്പുള്ള ഒരു അറിവിലേക്ക് പുതിയൊരു വിവരത്തെ ഒരു മാറ്റം ഇല്ലാണ്ട് അതേപോലെ തന്നെ കൂട്ടിച്ചേർക്കുക. ഉദാഹരണത്തിനായിട്ട് ഇപ്പോൾ ഒരു 4 കാലുള്ള ഒരു മൃഗത്തെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അത് പട്ടിയാണെന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തേതാണ് സംസ്ഥാപനം അഥവാ അക്കമഡേഷൻ എന്ന് പറയും. പുതിയ അനുഭവം വരുമ്പോൾ മനസ്സിലുള്ള പഴയ അറിവിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ അറിവ് രൂപപ്പെടുന്നു. ഇപ്പം നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, 4 കാലുള്ള മൃഗത്തെ കാണുമ്പോൾ അത് പട്ടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പൂച്ചയെ നമ്മൾ കാണുകയാണ്, അതിന് 4 കാലുണ്ട്, 4 കാലിൽ അങ്ങനെ നടക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കും, പൂച്ച കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് പട്ടിയല്ല, എന്താ മറ്റൊരു മൃഗമാണെന്ന് നമ്മൾ അറിവിൽ എന്തെങ്കിലും ഒരു മാറ്റം വരും. ഇതാണ് ഈ സംസ്ഥാപനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതാണ് അഡാപ്റ്റേഷൻ, അനുരൂപീകരണം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് ഇടപഴകി പുതിയ സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് സന്തുലിതാവസ്ഥയും അസന്തുലിതാവസ്ഥയും. എന്താണ് സന്തുലിതാവസ്ഥ? പഴയ അറിവും പുതിയ അനുഭവങ്ങളും തമ്മിൽ മനസ്സിൽ ശരിയായ താളത്തിൽ പോകുന്ന അവസ്ഥ, അതിനാണ് ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അസന്തുലിതാവസ്ഥ, ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയും. പഴയ അറിവുകൾ വെച്ച് പുതിയ കാര്യങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പത്തെയാണ് അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഈ അസ്വസ്ഥതയാണ് കുട്ടിയെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ പിയാഷെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രധാന ആശയങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, കുട്ടി വെറും ഒരു ഒഴിഞ്ഞ പാത്രമല്ല, നോട്ട് ആൻ എംപ്റ്റി വെസൽ. തനിയെ അറിവ് നിർമ്മിക്കുന്ന അറിവിൻ്റെ നിർമ്മാതാവാണ്. കുട്ടി ഒരു ഏകാഗിയായ ഗവേഷകനാണ്, ഒരു ലിറ്റിൽ സയൻറ്റിസ്റ്റ് കൂടിയാണ്. അനുഭവങ്ങളിലൂടെയും പരിസരങ്ങളിലൂടെയും ഇടപഴകുന്നതിലൂടെയാണ് കുട്ടിയുടെ വൈജ്ഞാനിക വികാസം സാധ്യമാകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് കോഗ്നിറ്റീവ് തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മാക്സിമം എല്ലാ കാര്യങ്ങളും ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.